Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. KSTP റോഡിൽ ചെറുകുന്ന് തറയ്ക്ക് സമീപം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ജീവനക്കാരനുമായ കീഴ്ശാന്തി മരണപ്പെട്ടു. കാങ്കോൽ ആലപ്പടമ്പ് കുത്തിപ്പാറയിലെ പാലക്കുന്നത്തില്ലത്ത് പത്മനാഭൻ നമ്പൂതിരിയാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. ചെറുകുന്ന് കതിരിവെക്കും തറയ്ക്ക് സമീപം വെച്ചാണ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ചെറുകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ KSTP റോഡിൽ പ്രവേശിക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. വടകരയിൽ ചെങ്കല്ലിറക്കി നീലേശ്വരത്തേക്ക് പോവുകയായിരുന്ന ലോറി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മരണപ്പെട്ട പത്മനാഭൻ നമ്പൂതിരി കാങ്കോലിലെ നാരായണൻ നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിൻ്റെയും മകനാണ്. ഭാര്യ ഷജിന, ശ്രീരാഗ്, ശ്രീനന്ദ എന്നിവരാണ് മക്കൾ. ശ്രീധർ, പരമേശ്വർ, പരമേശ്വരി എന്നിവരാണ് സഹോദരങ്ങൾ. കണ്ണപുരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ പാതയോരത്ത് സ്ഥാപിച്ച ലോകകപ്പ് ഫുട്ബോൾ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റണമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്നും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ലോകകപ്പ് തീരുന്നതുവരെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന നടപടി ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പൊതുസ്ഥലങ്ങളിൽ ബാനറുകൾ, ബോർഡുകൾ, ഫ്ലെക്സുകൾ എന്നിവ സ്ഥാപിച്ചു വരുന്നതായി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം 3 ദിവസത്തിനകം നീക്കം ചെയ്യാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് സ്വന്തം ചെലവിൽ നീക്കം ചെയ്യുകയും ഇതിന്റെ തുക വ്യക്തികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ്. ഇത് നേരത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി പുറപ്പെടുവിച്ചത്. ബോർഡുകൾ നീക്കാത്ത പക്ഷം സെക്രട്ടറിക്കെതിരെ കോടതി നടപടി ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരറിയിപ്പ് പുറത്തിറക്കിയതെന്നും ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ബോർഡുകൾ ഫുട്ബോൾ മത്സരം കഴിഞ്ഞതിനു ശേഷം മാറ്റാൻ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അനധികൃതമായി ബാനറുകളും ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ഒക്കെ സ്ഥാപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ ലോകകപ്പുകളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ LSTD RC1 262/2022 16/6/25 ഉത്തരവ് പ്രകാരം അത് നിയന്ത്രിക്കേണ്ടത് സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായി കണക്കാക്കുകയും അതിന് വീഴ്ച വരുന്ന സെക്രട്ടറികൾക്കെതിരെ 5000 രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരവും നിലവിൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാട്ടൂർ പഞ്ചായത്ത് 10/6 ഒരു അറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം ഒരറിയിപ്പിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് യുവജനങ്ങളിൽ നിന്നും മറ്റുമുണ്ടായത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതിഷേധമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫുട്ബോളിന്റെ ഭാഗമായുള്ള ഫ്ലെക്സുകൾ ഉടൻ നീക്കം ചെയ്യില്ലെന്നും ഫുട്ബോൾ മത്സരം കഴിഞ്ഞ ഉടൻ മുഴുവൻ ബോർഡുകളും നീക്കം ചെയ്യുമെന്നും ഇതിനായി പഞ്ചായത്ത് മെമ്പർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ബി മാട്ടൂൽ പറഞ്ഞു. ഈ അറിയിപ്പിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ എന്നായിരുന്നു. പക്ഷേ ലോകകപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ മാത്രമല്ല, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് എന്നുള്ളത് ഈ അപകട നിലയിൽ നിൽക്കുന്ന പ്രധാനമായും പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അനുമതിയില്ലാതെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അത്തരത്തിലുള്ള ഒരു നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും മാറ്റില്ല എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് കായിക പ്രേമികൾ. എന്നാൽ
ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികൃതർക്ക് ഇല്ലേ എന്ന ചോദ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോകകപ്പ് ഫുട്ബോളിന് ആരവമുയരുമ്പോൾ നെറ്റ്വർക്ക് ന്യൂസിനോട് മനസ്സ് തുറന്ന് ഫുട്ബോളിന്റെ ഈറ്റില്ലമായ തൃക്കരിപ്പൂരിന്റെ അഭിമാനം എം സുരേഷ്. പ്രതിഭകൾ പടിയിറങ്ങുമെന്ന് കരുതുന്ന ലോകകപ്പിലെ ഓരോ മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരിക്കുമെന്നും മുൻ ദേശീയ ഫുട്ബോൾ ടീം താരവും അർജന്റീനയുടെ കടുത്ത ആരാധകനുമായ സുരേഷ് പറയുന്നു. കാണാം ഉറുമീസ് തൃക്കരിപ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റൊരു ലോകകപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി നിരവധി തവണ കുപ്പായമണിഞ്ഞിട്ടുള്ള തൃക്കരിപ്പൂരിൻ്റെ സ്വന്തം അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന എം സുരേഷിനോടൊപ്പമാണ് നാം ഇന്നുള്ളത്. ഇപ്പോൾ അന്തർദേശീയ മത്സരങ്ങളിൽ നിരവധി തവണ കളിച്ചിട്ടുണ്ട് എന്ന പരിചയം വെച്ച് ഇപ്പോഴത്തെ ലോകകപ്പിൽ ഏത് ടീമിനായിരിക്കും വിജയം പ്രതീക്ഷിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എൻ്റെ ടീം അർജൻറ്റീനയാണ്. മെസ്സി ഒരിക്കൽ കൂടി അടിക്കണം തന്നെ ആഗ്രഹം. പക്ഷേ ഒരുപാട് നല്ല ടീമുകളുണ്ട്. ഹോളണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ടീമാണ്. ആരും ചിലപ്പോൾ ഏഷ്യയിൽ നിന്ന് നല്ലൊരു ടീം വരാം. പിന്നെ ചിലപ്പം ഏതെങ്കിലും ചെറിയൊരു കൺട്രി ഇപ്പം പുതിയതായിട്ട് ചിലപ്പോൾ വരാം. കാരണം എല്ലാ രാജ്യത്തും നല്ല നല്ല കളിക്കാരുണ്ടല്ലോ. ഇപ്പം ചെറിയ ചെറിയ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേര് യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല കളിക്കുന്നവരെന്തായാലും എത്തും. എൻ്റെ ഇതിൽ അർജൻറ്റീന അടിക്കണം തന്നെയാണ്. അർജൻറ്റീനക്കൊപ്പം സാധ്യതയുള്ള മറ്റ് സുരേഷ് സാധ്യത നൽകുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പിന്നെ റൊണാൾഡോ പോർച്ചുഗൽ അടിക്കണമെന്നുണ്ട്. റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത്ര നാളും കളിച്ചിട്ട് അവന് എല്ലാ ട്രോഫിയും കിട്ടിയിട്ടുണ്ട്, വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയാൽ നല്ലൊരു ഇതായിരിക്കും. ഫുട്ബോളിൻ്റെ അവസാനം ഇതാണ്, വേൾഡ് കപ്പ് ആയിരിക്കും. റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും ഇതൊക്കെ റൊണാൾഡോക്ക് കിട്ടിയാലും നല്ല ഒരു ലോകകപ്പിൽ പ്രസിദ്ധമായ സെനഗൽ വന്നതുപോലെ പുതിയ ഏതെങ്കിലും ടീമുകൾ വരികയും അവർ സെമിയോ അല്ല ഫൈനലോ കാണുമെന്ന് പ്രതീക്ഷിക്കണം. ഉണ്ട്, മൊറോക്കൊക്കെ നല്ല ടീമാണ്. മൊറോക്കൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിന് എന്തായാലും ഒരു ടീം വരും. കാരണം എല്ലാം നല്ല, കാരണം യൂറോപ്യൻ ഇതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആഫ്രിക്കൻ ടീമിലെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കത് നല്ല ടീം വരാൻ ചാൻസ് ഉണ്ട്. ഏഷ്യയിൽ നിന്ന് ചിലപ്പോൾ ഒരു ടീം വരാൻ ചാൻസ് ഉണ്ട്. ജപ്പാനൊക്കെ അറിയാം, ജപ്പാനായിരിക്കും ചാൻസ് എന്ന് വിചാരിക്കുന്നു. ആരും ഇപ്പം എഴുതി തള്ളാൻ പറ്റില്ല. ഇത് ഫുട്ബോളാണ്. ഇപ്പോൾ എല്ലാ രാജ്യത്തും എല്ലാ കളിക്കാരും പല ഇതിന് പോയി കളിക്കുന്നുണ്ട് ലീഗുകളിലും. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പുതിയൊരു രാജ്യം അല്ലെങ്കിൽ പുതിയൊരു പ്ലെയർ തന്നെ ചിലപ്പം ഉദയം ചെയ്യാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫുട്ബോൾ ആവേശം, തൃക്കരിപ്പൂരിൻ്റെ ഫുട്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൻ്റെ സ്വന്തമായ സുരേഷ് നമ്മളോട് പറയുന്നത് ലോകകപ്പിൽ പുതിയ താരോദയം അല്ലെങ്കിൽ പുതിയ ടീം വിജയ സാധ്യത ഉണ്ട് എന്നാണ്. എങ്കിലും സ്വന്തം ടീമായ അർജന്റീനയോടുള്ള സ്നേഹം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. ദേശീയപാതയിൽ ആരുടെയും ശ്രദ്ധ പതിയാത്ത ഇടത്തായതിനാൽ KSRTC പയ്യന്നൂർ ഡിപ്പോയിലെ വാഹനപുക പരിശോധന കേന്ദ്രം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. കേരളത്തിലെ മൂന്നാമത്തെ KSRTC വാഹനപുക പരിശോധന കേന്ദ്രമാണ് പയ്യന്നൂരിലേത്. ദേശീയപാതയിൽ ആരുടെയും ശ്രദ്ധ കിട്ടാത്ത സ്ഥലത്തായതിനാൽ KSRTC പയ്യന്നൂർ ഡിപ്പോയിലെ വാഹന പുക പരിശോധന കേന്ദ്രം പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപകാരപ്രദമാകുന്നില്ല. കേരളത്തിലെ തന്നെ മൂന്നാമത്തെ KSRTC വാഹന പുക പരിശോധന കേന്ദ്രമാണ് പയ്യന്നൂരിലേത്. കൂടാതെ പൊതുജനങ്ങൾക്കുള്ള ഒരു ധാരണയാണ് KSRTC വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ പുക പരിശോധന നടത്താൻ സാധിക്കൂ എന്നത്. എന്നാൽ എല്ലാവർക്കും ഇവിടെ നിന്നും ഈ കേന്ദ്രത്തെ പ്രയോജനപ്പെടുത്താം. ഈ ഒരു പയ്യന്നൂർ KSRTC സ്റ്റാൻഡിൽ തന്നെ വാഹന പുക പരിശോധന കേന്ദ്രമുണ്ടായിട്ടും പയ്യന്നൂരിലുള്ളവർക്ക് തന്നെ അത് അറിയുന്നില്ല എന്നൊരു കാര്യമുണ്ടല്ലേ? KSRTC പിന്നെ തിരുവനന്തപുരം, ആലുവ, അതിനുശേഷം പയ്യന്നൂർ ഡിപ്പോയിലുമാണ് KSRTC പൊല്യൂഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് പിന്നെ കുറച്ച് ഹൈവേയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടായതുപോലും, പിന്നെ അതുമാത്രമല്ല KSRTC ബസ്സുകൾക്ക് മാത്രമാണ് ഈ പൊല്യൂഷൻ സെൻറ്റർ എന്നുള്ള ഒരു പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയും കാരണം വാഹനങ്ങൾ അധികം വരുന്നുണ്ടെങ്കിൽ പോലും അധികം KSRTC പൊല്യൂഷൻ സെൻറ്റർ ആശ്രയിക്കുന്നതിൽ എണ്ണം വളരെ കുറവാണ്. അത് സംബന്ധിച്ച് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപുലമായ സൗകര്യമുണ്ട്. വാഹനം തിരിക്കുന്നതിനും മാറ്റുന്നതിനും പാർക്ക് ചെയ്യുന്നതിനൊക്കെ വിപുലമായ സൗകര്യമുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ആ രീതിയിൽ ഇത് എത്തിയിട്ടില്ല. എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് KSRTC നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനായി തൃക്കരിപ്പൂർ ഉദിനൂരിൽ നിന്നും ഒരു ഫുട്ബോൾ പാട്ടൊരുങ്ങുന്നു. നിരവധി ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച് ശ്രദ്ധേയനായ മോഹനൻ ഉദിനൂരിന്റെ വരികൾക്ക് സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ സായി ബാലനാണ്. ഗാനരചയിതാവ് എന്നതിലുപരി മികച്ചൊരു കായിക താരവുമാണ് മോഹനൻ ഉദിനൂർ. ഉദിനൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലബ്ബിലൂടെ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച മോഹനൻ ഉദിനൂർ
പിന്നീട് പയ്യന്നൂർ കോളേജിലെത്തി കോളേജ് ടീമിന്റെ പ്രധാന താരമായി ശ്രദ്ധ നേടി. തുടർന്ന് 1980-ൽ കണ്ണൂർ സ്പിരിറ്റഡ് യൂത്ത് ഫുട്ബോൾ ടീമിന്റെ മുൻനിര കളിക്കാരനായി തിളങ്ങി. മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ 1982-ൽ കെൽട്രോൺ ഫുട്ബോൾ ടീമിലും ഇടം നേടി. എന്നാൽ 1985-ൽ മത്സരത്തിനിടെ മുട്ടിന് പരിക്കേറ്റതോടെ സജീവ ഫുട്ബോൾ ജീവിതത്തിന് വിരാമമിടേണ്ടി വന്നു. കളിക്കളത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും തന്റെ സർഗാത്മകതയെ മറ്റൊരു മേഖലയിലേക്ക് വഴിതിരിച്ചുവിട്ട അദ്ദേഹം 1990-ൽ ഗാനരചനാ രംഗത്ത് സജീവമായി. ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നല്ലോ. പയ്യന്നൂർ കോളേജിൻ്റെയും സ്പിരിറ്റഡ് കണ്ണൂരിൻ്റെയും അതിലൂടെ കെൽട്രോൺ കണ്ണൂരിൻ്റെയും ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഫോർവേഡ് പ്ലെയർ ആയിരുന്നു. അതിനുശേഷം കളി നിർത്തിയതിന് ശേഷം ഒരുപാട് ഗാനങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഒരു ലോക ഫുട്ബോൾ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ ഒരു 8 വരി പാട്ട് ഞാൻ കാലിക്കറ്റുള്ള എൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്തിന് ഞാനത് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിന് സംഗീതം കൊടുക്കുകയും അത് ആലപിച്ച് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെയാണ് ഈ 4 വരി, അതിൽ നിന്ന് 4 വരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇതിലൊക്കെ ഷോർട്ടായിട്ട് ഒരു 4 വരി മതി എന്നുള്ള നിലയിൽ ഞാൻ എടുത്തത് എഡിറ്റ് ചെയ്ത് CP ചങ്ങള എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, ശ്രീകണ്ഠാപുരത്തിൻ്റെ സുഹൃത്ത്, അത് എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അതാണ് ഇത് എഴുതാനുണ്ടായ ഒരു കാരണം. ഫുട്ബോളിനോടുള്ള അമിതമായ എൻ്റെ ഇഷ്ടവും ആഗ്രഹവും, ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഈ പാട്ടിൻ്റെ ജനനം. കൊണ്ടു നടക്കും കാൽപന്തെന്നൊരു മാജിക്, കാലം നെഞ്ചിൽ ചേർത്തു വളർത്തും ഫുട്ബോൾ എന്നൊരു ലോജിക്. കാണാൻ എന്തൊരു ചന്തം, കണ്ടാലുണ്ടാം കൽവില് വമ്പത്തം, പായും പന്തിന് പിൻപേ പായും പിള്ളേർക്കെന്തൊരു ചുങ്കൂറ്റം. ഫുട്ബോൾ 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 ഫുട്ബോൾ. ജീവിതാനുഭവങ്ങളും സാമൂഹിക കാഴ്ചപ്പാടുകളും കലർന്ന ഗാനങ്ങളിലൂടെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മോഹനൻ ഉദിനൂരിന് സാധിച്ചു. കായികരംഗത്തും കലാരംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച മോഹനൻ ഉദിനൂരിന്റെ ജീവിതം പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയ നിശ്ചയദാർഢ്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന വാ നടക്കം ജനകീയ നടക്കലിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ഡിവൈഎസ്പി ഷൈജു PL പ്രകാശനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന വാ നടക്കാം, വ്യായാമമാണ് ലഹരി, ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന സന്ദേശമുയർത്തി പാടിച്ചാൽ മുതൽ 30 കിലോമീറ്റർ നടന്ന് പയ്യന്നൂരിൽ അവസാനിക്കുന്ന ജനകീയ നടക്കലിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ഡിവൈഎസ്പി ഷൈജു PL ലോഗോ പ്രകാശനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ആരോഗ്യമുള്ള ജനത നാടിൻ്റെ സമ്പത്ത് എന്ന ആശയം മുൻനിർത്തി വാ നടക്കാം എന്ന പേരിലുള്ള കൂട്ട നടത്ത പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. AKPA മേഖലാ പ്രസിഡന്റ് സജി ചുണ്ട അധ്യക്ഷത വഹിച്ചു. പ്രമോദ് ലയ, ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ആരാധകർക്ക് ആവേശം പകർന്ന് കുഞ്ഞിമംഗലത്ത് ഒരു പുതിയ ശില്പം ഒരുങ്ങിയിരിക്കുന്നു. കാൽപന്ത് കളിയുടെ മിശിഹയ്ക്ക് ശില്പരൂപത്തിൽ വശ്യമായൊരു ആദരം ഒരുക്കിയിരിക്കുകയാണ് പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം. അർജന്റീന ഫാൻസ് കുതിരുമലിന് വേണ്ടി ആണ്ടാങ്കോവലിൽ സ്ഥാപിക്കുന്നതിനായാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ് ലോകമെങ്ങും അല്ലെ. കേരളത്തിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. കാൽപന്തിന്റെ രാജകുമാരൻ അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഒരു ശില്പം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിമംഗലത്തെ ചിത്രൻ കുഞ്ഞിമംഗലം എന്ന ശില്പി. ചേട്ടാ, ഇത് എന്തിനു വേണ്ടി, എവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ശില്പം ഒരുക്കിയത്? ഇത് നമ്മുടെ കുഞ്ഞിമംഗലത്തുള്ള കുതിരുമ്മൽ അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. ഇത് നമ്മളെ കുഞ്ഞിമംഗലത്തുള്ള ആണ്ടാങ്കോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ വെക്കാനും അതോടൊപ്പം തന്നെ ആൾക്കാർക്കൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഈ ശില്പം ചെയ്യാൻ വേണ്ടി നിന്നത്.
അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും എന്ന് വിചാരിച്ചാൽ നമുക്ക് സാധാരണ കട്ടൗട്ടറും അല്ലെങ്കിൽ വലിയ രീതിയിൽ കട്ടൗട്ടറും അതുപോലെ ഫ്ലക്സ് ബോർഡ് അതൊക്കെ തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഫാൻസുകാർ തമ്മിലുള്ള ഒരു പോരാട്ടം, ആ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശില്പം ഒരുക്കിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, എന്തിലാണ് ഇത് ശില്പം പണി കഴിപ്പിച്ചിരിക്കുന്നത്? ഇത് ശില്പം നിർമ്മിച്ചത് നമ്മളെ ഇതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, അതുപോലെ ലെതർ, അതുപോലെ പേപ്പർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ മീഡിയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകവും കൂടിയാണല്ലോ നമ്മളിങ്ങനെ മെസ്സിൻ്റെ ഒന്നിച്ചിട്ട് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ ഇത് കണ്ട സമയത്ത് ഒന്നിച്ചിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു വരുന്ന ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടിട്ട്. ഇവിടുന്ന് എത്ര ദിവസം കൊണ്ടാണ് ഇത് പണി തീർത്തത്? ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്ത് സമയം എടുത്തുകൊണ്ടാണ് അതിൻ്റെ ശില്പനിർമ്മാണം ഏകദേശം ഇപ്പം പൂർത്തിയായത്. ഓക്കെ, എങ്ങനെയാ റെഫറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഓരോ മുഖഭാവവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ റെഫറൻസ് ഒക്കെ എടുത്തത്? എങ്ങനെയാ റെഫറൻസ് എല്ലാം എന്ന് വെച്ചാൽ നമുക്കിപ്പം കളിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ പത്രങ്ങളിലായാലും ഓൺലൈനിൽ എടുത്താലും വേൾഡ് കപ്പിലൊക്കെ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മെസ്സിയുടെ ഒരു പകുതി എന്തായാലും അതിൽ റെഫറൻസിൽ വരും. അപ്പോൾ മെസ്സിയുടെ പല ഫോട്ടോകളും അദ്ദേഹത്തിൻ്റെ കളിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോസും പിന്നെ അദ്ദേഹത്തിൻ്റെ മുടിയുടെ ഫീച്ചറായാലും അല്ലെങ്കിൽ താടിയുടേത് പിന്നെ അവരുടെ ഒരു ഹൈറ്റ് ആയാലും പിന്നെ അവർ യൂസ് ചെയ്യുന്ന പല രീതികളും അതൊക്കെ കണ്ടിട്ടാണ് അതിൻ്റെ ഒരു മെസ്സിനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് മെസ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഒരു കൗതുകകരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ചേട്ടൻ ആരുടെ ഫാനാ? എൻ്റെത് ഫാനായിട്ട് പറയുന്നില്ല, നമ്മളെ കോമൺ ആയിട്ടെല്ലാം കാണലുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്കിപ്പം ഫാൻസ് എന്ന് വിചാരിച്ചാലും അർജൻറ്റീനക്കോ അല്ലെങ്കിൽ ബ്രസീൽ അങ്ങനെയുള്ള കളിക്കൊക്കെയാണല്ലോ. അപ്പോൾ എല്ലാ കളി കാണും. ഇപ്പോൾ ഇതിവിടെ നിർമ്മിച്ച് വെച്ചപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതെ ഉണ്ട്. ഒരാൾ വന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോ കുറച്ച് മുന്നേ തുടങ്ങിയോണ്ട് കുറച്ച് മുന്നേ ആയിന്. അപ്പോൾ ആ സമയത്ത് ചിലവർ വഴിയിലെ പോകുന്ന കുട്ടികളായാലും കണ്ടിട്ട് ദൂരം നിന്നൊക്കെ നോക്കിയിട്ട് മെസ്സി എന്ന് പറഞ്ഞ് പോകുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. എന്തായാലും ഫുട്ബോളിൻ്റെ രാജകുമാരനോടൊപ്പം ഞാനും ഒരു മെസ്സി ഫാനാണ്. അപ്പം ഞാനും നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വരാം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ KSRTC ഡിപ്പോയിലെ ഗാരേജിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗം വലിയ കുഴികളും ചളിയും രൂപപ്പെട്ട് പൂർണ്ണമായും തകർന്ന നിലയിൽ. ഭൂരിഭാഗം പ്രദേശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചെങ്കിലും ഗാരേജിലേക്കുള്ള ഈ പ്രധാന ഭാഗം വർഷങ്ങളായി അവഗണനയിലാണ്. പയ്യന്നൂർ KSRTC ഡിപ്പോയിലെ ഗാരേജിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗം വലിയ കുഴികളും ചളിയും രൂപപ്പെട്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡിപ്പോയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിട്ടുണ്ടെങ്കിലും ഗാരേജിലേക്കുള്ള ഈ ഒരു പ്രധാന ഭാഗം വർഷങ്ങളായി അവഗണനയിലാണ്. കുഴികളിൽ വെള്ളവും ചളിയും കെട്ടിക്കിടക്കുന്നത് മൂലം മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ കടുത്ത വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നിത്യേന ജോലി ചെയ്യേണ്ടി വരുന്നത്. KSRTCയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് മണ്ണിറക്കി കുഴികൾ അടച്ചിരുന്നെങ്കിലും മഴക്കാലം ആരംഭിച്ചതോടെ മണ്ണൊലിച്ചുപോയി വീണ്ടും പഴയ പടിയിലായി. ഏകദേശം 3 ലക്ഷം രൂപ മാത്രം ചിലവ് വരുന്ന ഈ നിർമ്മാണ പ്രവൃത്തിക്കായി വർഷങ്ങളായി ജനപ്രതിനിധികളെ സമീപിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ശാശ്വതമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. തകർന്നു കിടക്കുന്ന ഈ ഭാഗം കൃത്യമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് പൂർണ്ണമായ ഒരു പരിഹാരമാകൂ. പയ്യന്നൂരിലെ പുതിയ ജനപ്രതിനിധി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ജീവനക്കാരുടെയും ഡിപ്പോയുടെയും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് നടന്നു. M. വിജിൻ MLA ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലം MLA M. വിജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 23.8 ലക്ഷം രൂപ ചിലവഴിച്ചു വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫ് സ്കൂൾ അങ്കണത്തിൽ നടന്നു. M. വിജിൻ MLA ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഏതായാലും പാണപ്പുഴ സ്കൂളിൻ്റെ 1 കോടിയുടെ പുതിയ കെട്ടിടം പൂർത്തിയായി. MLA ഫണ്ടിൽ നിന്ന് ബസ്സും അത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ നല്ല രീതിയിലേക്ക് ഈ സർക്കാർ വിദ്യാലയത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കൂടുതൽ കുട്ടികളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തണം. ഇന്നിപ്പോൾ ഈ താക്കോൽദാന ചടങ്ങിൽ നമ്മുടെ റിട്ടയർഡ് പ്രിൻസിപ്പൽ നമ്മുടെ പ്രഭാര മാഷ് ഈ ബസ്സിൻ്റെ ചെലവിനായിട്ട് അദ്ദേഹത്തിൻ്റെ വക ഒരു 50,000 രൂപ നമുക്ക് ഈ സ്കൂളിന് സംഭാവന നൽകുന്നുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ബസ്സിനെ റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ TV വിജയൻ അധ്യക്ഷത വഹിച്ചു.
സ്കൂൾ വികസന സമിതി ചെയർമാൻ കെ പത്മനാഭൻ, SMC ചെയർമാൻ CP പ്രശാന്ത്, മുൻ ഹെഡ് മാസ്റ്റർ PR പ്രഭാകരൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് സരിത ബിജു, സെയ്താലി, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് KP അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തയ്യാറാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ പഞ്ചായത്ത് തല നടിയിൽ ശ്രീസ്ത മാടപ്രത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം ശ്രീസ്ത മാടപ്രത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും എല്ലാ സമയത്തും അല്ലേ സമയം ഉണ്ടാവണമെന്നില്ല നമുക്ക് പണിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ആ നിലയിൽ പണികൾ ഡിവൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൊളിയും. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഭാഗം ഇത്രത്തോളം ഞാൻ എൻ്റെ സമയം എടുത്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആ നിലയിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുപോലെ കായിക ശേഷി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ നിലയിൽ പറ്റാവുന്ന സമയത്ത് നന്നായി വർക്ക് ചെയ്യുക. അതിനെ പ്രശംസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ ഒരു കൂടിയിരിക്കുന്ന സമയത്ത് ഇന്ന് ആള് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായി നമുക്ക് നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റും. മാടപ്രം ഹരിതം JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം PV ജയശ്രീ ആദ്യ വളപ്രയോഗം നടത്തി. KKV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. TV നിഷ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, E വസന്ത, PV ശിവകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മാടപ്രം സ്വാശ്രയ സംഘം പ്രവർത്തകരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉദിനൂരിൽ വിളംബര റാലി നടത്തി. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 1500-ൽ പരം വരുന്ന വിദ്യാർത്ഥികളാണ് വരവേൽപ്പ് റാലി നടത്തിയത്. കാസർഗോഡ് ജില്ലയിലും സംസ്ഥാനത്തെ ദേശീയ കായികമേളയിലും മികവ് പുലർത്തി വരുന്ന സ്കൂളിന്റെ നേതൃത്വത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ നടന്ന റാലി ഉദിനൂർ സെന്ററിൽ മുൻ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ താരം M സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ രാഷ്ട്രങ്ങളിലെ ഫുട്ബോൾ ടീമുകളുടെ ചായം മുഖത്ത് പൂശി, ഇഷ്ട ടീമുകളുടെ പതാകകൾ വീശി, ടീം ജേഴ്സി അണിഞ്ഞ് കാൽപന്ത് കളിയുടെ ആവേശം വിദ്യാർത്ഥികൾ ഗ്രാമങ്ങളിൽ നിറച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന യോഗത്തിൽ M സുരേഷ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് VM വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന, പ്രധാനാധ്യാപിക കേലത, EV മനോജ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ P മോഹനൻ, രൂപ മനിയേരി, OP ബാബു, CP വത്സരാജ്, PM അനിൽകുമാർ, K ഷിബു, PV വിജയശ്രീ, ഷിൻസി ചന്ദ്രൻ എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം വരവേൽപ്പ് റാലിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചെറുതാഴം ബഡ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് കുട നൽകി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ബഡ്സ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് കുട നൽകി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ഗംഗേച്ചി, പ്രിയപ്പെട്ടവരെ, ബാങ്കിൻ്റെ പ്രതിനിധികൾ, നമ്മൾ ചെറുതാഴം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബഡ്സ് സ്കൂളിൽ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി കുട വിതരണം നടത്തുകയാണ്. സത്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സ്കൂളായിരുന്നു ബഡ്സ് സ്കൂൾ. ബാങ്ക് ഡയറക്ടർ MV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EP അനിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ലേഖ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MV രാജീവൻ, അധ്യാപിക ജ്യോതി NJ, ഗംഗാദേവി P, M ശാരദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്നൂർ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ വരവിളി ഘോഷയാത്ര നടത്തി. ഹെഡ് മിസ്ട്രസ് VM ഉമ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്നൂർ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ വരവിളി ഘോഷയാത്ര നടത്തി. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞാണ് കുട്ടികളെത്തിയത്.
ഹെഡ്മിസ്ട്രസ് VM ഉമ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രധാന രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ, പെനാൽറ്റി ഷൂട്ടൌട്ട് എന്നിവയും വരും ദിവസങ്ങളിൽ അരങ്ങേറും. ലഹരിക്കെതിരെ കളിലഹരി എന്നതാണ് മുദ്രാവാക്യം. സുധീഷ് P, ജയപ്രകാശ് A, നാരായണൻ പുതുമന, പ്രജീഷ് CR, മുഹമ്മദ് കീത്തേടത്ത്, നിഷ TP, സീമ K, രജിത VV, ഗീത NV, അധീന, സൗമ്യ AK എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ അനന്തു രമേശന്റെ ചിത്രശില്പ പ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ജൂൺ 12 മുതൽ നടക്കും. ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം V. കുഞ്ഞികൃഷ്ണൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാജിക് കളേഴ്സ് ചിത്രശില്പ പ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ജൂൺ 12 മുതൽ 15 വരെ നടക്കും. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ കോഴ്സിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ അനന്തു രമേശന്റെ സൃഷ്ടികളാണ് മാജിക് കളേഴ്സ് എന്ന പേരിൽ നടക്കുന്നത്. വാട്ടർ കളർ, അക്രിലിക് കളർ, ഓയിൽ കളർ, ടെറാക്കോട്ട ശില്പങ്ങൾ തുടങ്ങിയ കലാരചനകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായ കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന കലാസൃഷ്ടികളാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണൻ നിർവഹിക്കും. മുൻ MP P. കരുണാകരൻ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട് സ്വാഗതം ആശംസിക്കും. പരിയാരം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PP ഷാജി, പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PV മനോഹരൻ, ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റർ ജയചന്ദ്രൻ, M. പവിത്രൻ, KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ PTA പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ്, ഡോക്ടർ വിശ്വൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ, അനന്തു രമേശൻ, കൃഷ്ണപ്രിയ T തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.